وآخرا على جزيل نعمائه وكريم آلائه والصلاة والسلام على عبده ونبيه محمد بن عبد الله الذي أكرمه الرسالة وحمله الأمانة فكان خير مبلغ وأصدق محدث وعلى آله الكرام البررة المتطهرين وجاهدين المجاهدين المنتجبين ومن تبعهم بإحسان إلى يوم الدين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ സലാഹുദ്ദീൻ സാഹിബ്, വേദിയിലിരിക്കുന്ന കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സായിദ് സാഹിബ്, ഏറെ പ്രമുഖരായ ആദരണീയരായ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഉദ്ഘാടന പ്രഭാഷണത്തിൽ അവസാനിപ്പിച്ചിടത്ത് നിന്നാണ് ഞാൻ തുടങ്ങി വയ്ക്കുന്നത്. ഇന്ന് സാധാരണ ഒരു യോഗം വിളിച്ച പോലെയല്ല, കുടുംബ സംഗമമായതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും പരസ്പരം കണ്ടവർ തമ്മിലുള്ള സന്തോഷം പങ്കുവെക്കലുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, കുടുംബം ഒത്തുചേരുമ്പോൾ അങ്ങനെയാണ്. അവിടെ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ചില ആഹ്ലാദങ്ങൾ വരും, ചില ആനന്ദങ്ങൾ ഉണ്ടാകും, പങ്കുവെക്കലുകൾ ഉണ്ടാകും. അതൊക്കെ ആ സ്നേഹത്തിൻ്റെ ഭാവപ്രകടനങ്ങളാണ്, നമ്മളറിയാതെ വന്നു പോകുന്ന ഒരു വികാരമാണ്. എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഘടകം എന്നത് സ്നേഹമാണ്. ഷേക്സ്പിയർ പറയുന്നുണ്ട്, നമ്മൾ ഈ കണ്ണുണ്ടല്ലോ, ആ കണ്ണ് മാറ്റിവെച്ച് അകക്കണ്ണുകൊണ്ട് കാണുകയും നേരിട്ട് കാണുന്ന കാഴ്ചക്കപ്പുറത്തുള്ള കാഴ്ചയെ കാണുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് പറയുന്നത്. ഇങ്ങനെ കാണുന്ന കണ്ണുകൊണ്ടല്ല, നമ്മൾ അകക്കണ്ണുകൊണ്ട് കാണണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നേരത്തെ വീട്ടി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതായത് നമ്മൾ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഭർത്താവിനെ, ഭാര്യയെ, അതുപോലെ തന്നെ മാതാപിതാക്കളെയൊക്കെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ അർപ്പിക്കുന്നത്, അവരോടൊപ്പം ഇരിക്കുന്നത് ഒക്കെ ഇവിടെയുള്ള ഒരു കാഴ്ചയുടെ സ്നേഹത്തിനപ്പുറത്ത് അകക്കണ്ണുകൊണ്ട് അവിടെ ഇരിക്കുന്നതിനെ കാണാൻ സാധിക്കുമ്പോഴാണ് അത് അനശ്വരമായ സ്നേഹമായി മാറുന്നത്. അതാണ് നമ്മുടെ വീടകങ്ങളിൽ ആദ്യം ഉണ്ടാകേണ്ടത്. പള്ളിക്ക് ഇതുമായി വളരെ ബന്ധമുണ്ട്. നമ്മുടെ വീടിനകത്ത് അള്ളാഹുവിൻ്റെ ദീൻ സ്ഥാപിക്കുന്നതിൽ, അവിടെ സ്നേഹമുണ്ടാക്കുന്നതിലൊക്കെ പള്ളിക്ക് നല്ല ബന്ധമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദുകളാണ്. ഇന്ന അബഗദൽ ബിലാദി അസ്വാഖ്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുത്ത സ്ഥലം മാളുകൾ, ഷോപ്പിംഗ് മാളുകളും അതുപോലെ അങ്ങാടികളും ഒക്കെ ഉള്ള ടൗണ്, നമ്മൾ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന അങ്ങാടികളാണ്. എന്താന്ന് വെച്ചാൽ അവിടെ ദീനിയായി അല്ലെങ്കിൽ മതപരമായി ആത്മീയമായി ഒന്നും കിട്ടാനില്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാലോ, മാളുകളാണ് നമ്മുടെ കുട്ടികൾ ആണും പെണ്ണും ചേർന്നിരിക്കാനൊക്കെ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവിടേക്ക് നമ്മുടെ കുട്ടികളെ വിടാൻ നമുക്കൊരു മടിയില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ്, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, രക്ഷിതാക്കൾക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ കസിൻ്റെ കല്യാണമാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ കല്യാണമാണ്, ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടി പോവുകയാണ്, ആനോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല, പോയിട്ട് വന്നോ എന്നേ പറയുള്ളൂ. ആൺകുട്ടികളുടെ കാര്യം പറയാനുമില്ല. ആൺകുട്ടികൾ പൊതുവെ പുറത്താണ്, അവരെ പഠനം എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്താണ്, അവർ പിന്നെ കയറി വന്നോളും, നമുക്ക് അവരൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ നമുക്ക് കാണാം. പള്ളി വരുമ്പോഴെങ്ങനെയാ? പള്ളി വരുമ്പോൾ അത് കുറച്ച് പ്രായമുള്ള ആളുകൾ, അതല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ അടുത്തുള്ള കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. അവിടെ വരുമ്പോൾ കുടുംബം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവില്ല,
പിന്നെ ജുമാക്ക് വരുമ്പോൾ ഭർത്താവ് മാത്രം ഉണ്ടാവും, ഭാര്യ അവിടെ ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ കുടുംബത്തെ അകറ്റും. ടൂറ് പോവുകയാണെങ്കിലും കല്യാണത്തിന് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ സൽക്കാരാണെങ്കിലും അവിടെ സന്തോഷത്തോടെ എല്ലാവരും ഉണ്ടാവണം എന്നാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ ചില ആളുകളൊക്കെ കട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സ്നേഹത്തിൻ്റെ അകക്കണ്ണുകൊണ്ട് കാണുന്ന അകക്കാഴ്ചയുടെ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. പള്ളിയിലേക്കും അതുപോലെ കുടുംബസമേതം വരാൻ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം വീടുകളിൽ ഒരു ആഘോഷം പോലെയായി മാറണം. രാവിലെ സ്ത്രീകൾ നേരത്തെ ഭക്ഷണം തയ്യാറാക്കുന്നു, മക്കളെ കുളിപ്പിക്കുന്നു, എല്ലാവരും കുടുംബസമേതം പള്ളികളിൽ വരുന്നു, തിരിച്ചു പോയി നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. അത് മക്കളുടെ ഉള്ളിൽ ഒരു ആനന്ദമായി ചെറിയ പ്രായത്തിലെ അവരിലൊരു വികാരമായി കൊണ്ടു നടത്താൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ബുയൂത്തി ഫി അർളി, ഖുദ്സിയായ ഒരു ഹദീസിലുള്ളതാണ്, അൽ മസാജിദ്, ഭൂമിയിൽ, എൻ്റെ ഭൂമിയിൽ, അള്ളാഹിൻ്റെതാണ് പ്രപഞ്ചം, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനങ്ങൾ എന്ന് പറയുന്നത് മസ്ജിദുകളാണ്. അപ്പൊ ആ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തെ മൊത്തമായി കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മൾ ഈ അകക്കണ്ണുകൊണ്ട് കാണേണ്ട ഒരു കാഴ്ചയായി നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതാണ് കുടുംബഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണത്. നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. വേറെ സ്വഹാബിമാരിൽ നിന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുന്നത്. ഉമർ പരിഭ്രാന്തനായി പ്രവാചകന്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ടോ? ആ ഉണ്ട്, എന്താണ് പ്രശ്നം, എന്താണ്? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നഖി അൻഫുസന ഫകൈഫ ബി അഹ്ലീന. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ടെൻഷൻ. എന്നാ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളൊരാളെ കാര്യം നോക്കാനല്ലേ ഉള്ളൂ, അത് നമുക്ക് എങ്ങനെയും ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഫകൈഫ ബി അഹ്ലീന, കുടുംബത്തെ കൂടി എന്ന് ഖുർആൻ പറയുന്നതോടുകൂടി എല്ലാവരും സ്വതന്ത്ര മനുഷ്യരാണ്. നമ്മൾ ചിന്തിക്കണ പോലെ തന്നെ നമ്മുടെ കുട്ടികൾ ചിന്തിക്കണം എന്നില്ല, നമ്മളെ കാഴ്ചപ്പാടുകൾ തന്നെ അവർക്ക് ഉണ്ടാവണം എന്നില്ല, എന്തെങ്കിലുമൊക്കെ വൈരുദ്ധ്യങ്ങളോ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാവാം. അപ്പൊ അവരെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോഴുണ്ടായ ആ ടെൻഷനിൽ നിന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ മറുപടി? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ എന്തൊക്കെയാണോ നന്മയായിട്ട് കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്നത്, അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞ നല്ല നല്ല കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ, അതൊക്കെ നിന്റെ കുട്ടികളുടെ, നിന്റെ ഇണകളുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്ന് നീ ആഗ്രഹിക്കണം. മാത്രല്ല, നീ എന്തൊക്കെയാണോ നിന്റെ ജീവിതത്തിൽ അള്ളാന്റെ റസൂലിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അള്ളാന്റെ റസൂല് നിരോധിച്ച കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം വാഗ്ദാനം ചെയ്ത കാര്യങ്ങളായിട്ട് നീ മനസ്സിലാക്കുകയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യണമെന്ന് വിചാരിച്ചത്, അതൊക്കെ നിന്റെ കുട്ടികളുടെയും നിന്റെ ഇണകളുടെയും ജീവിതത്തിലും ഉണ്ടാകാതെ നീ സൂക്ഷിക്കണം. ദാലിക വികായത്തുൻ ബൈനഹും വ ബൈനന്നാർ, അതാണ് അവർക്കും നരകത്തിനുമിടയിലുള്ള പ്രതിരോധ മാർഗം. അപ്പോ ഇത് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? നമ്മൾ വീട്ടിനകത്ത് ഇസ്ലാം സംസാരിക്കണ്ടേ? അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ അതൊക്കെ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പോരല്ലോ, അത് അവരുമായി ഷെയർ ചെയ്യണം, അവരോടത് പങ്കുവെക്കണം, അവരോട് നമ്മുടെ ആധിയും വ്യാധിയും നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ കാഴ്ചപ്പാടുകളും അവരോട് ഷെയർ ചെയ്യുമ്പോഴല്ലേ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ഗതി മനസ്സിലാക്കി വരാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെന്ത് വേണം? ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ വീടിനകത്ത് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കണമെന്നാണ്. നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവും, നല്ല ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റ് വരുമ്പോൾ അവിടെ വന്നിട്ടുള്ള വല്ല സർക്കസുകാർ പിന്നെ കാണാൻ പോണത്, അല്ലെങ്കിൽ ഫെസ്റ്റ് കാണാൻ പോണത്, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ ഒന്ന് പോവാ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. കഴിക്കേണ്ട ഫുഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ടൂർ പോകേണ്ട സ്ഥലത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ
അതോടൊപ്പം അതൊന്നും ഡിസ്കസ് ചെയ്യേണ്ടെന്നല്ല, അതൊക്കെ നമ്മളെ വീടിനകത്തുള്ള ഒരു സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഒക്കെ ഒരു വശമാണ്. അതോടൊപ്പം നമ്മളെ ആത്യന്തികമായ നമ്മുടെ പരലോക ജീവിതത്തിലേക്കുള്ള യാത്രയിൽ ഈ ഒരു സംഘം കൂടെയുണ്ടാകണം എന്ന അർത്ഥത്തിൽ ഇസ്ലാമിനെ ചർച്ച ചെയ്യുന്ന, ഇസ്ലാമിലെ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്ന, പിതാവിൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്ന, മക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കുടുംബഘടന ഉണ്ടായോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത്. ഇപ്പൊ 2 ദിവസം മുന്നേ, 2 ദിവസം തന്നെ വ്യാഴാഴ്ച ഞങ്ങളുടെ നാട്ടിലൊരു മരണം നടന്നു. അദ്ദേഹം കിണറിൽ വീണിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ പോയപ്പോഴാണ് അറിയുന്നത് അവർക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. മകനും ഭാര്യയും മക്കളൊക്കെ ഗൾഫിലാണ്. ഇവരുടെ നല്ല വലിയ എന്താ പറയുക, ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് തന്നെയാണ്. ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ, മകൻ ഗൾഫിലുമാണ്. അപ്പം മകനോട് ഉപ്പ പറഞ്ഞത്ര, മോനെ എനിക്ക് ഈ വീട് മതിയല്ലോ, ഇനിയിപ്പോൾ വേറെ വീട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞു എനിക്ക് പള്ളിയുടെ അടുത്തുള്ള വീട് വേണ്ട. ഇവരെ വീട് പള്ളിയുടെ അടുത്താണ്, 2 അടി നടന്ന പള്ളിയാണ്. അവിടെ അവരുടെ തറവാടും അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. അപ്പം അവൻ തന്നെ കളിച്ച് വളർന്ന സ്ഥലമാണത്. പക്ഷെ ആ വീട് എന്താണ് വേണ്ട, കാരണം ഒന്നേ ഉള്ളൂ, അത് പള്ളിയുടെ അടുത്താണ് എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു സ്ഥലം വാങ്ങി അവിടെ വീട് വെക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം സാധാരണ ആ വീടുണ്ടാക്കുന്ന അവിടെയുള്ള കിണറിൻ്റെ ആ കല്ലുമ്മൽ ഇങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ പതിവ് പോലെ വ്യാഴാഴ്ച പണിക്കാരുണ്ട്. ഇദ്ദേഹം തല കറങ്ങണമെന്ന് പറഞ്ഞ് അതുമേ ഇരിക്കാൻ പോവുകയാണ്. അപ്പം പറഞ്ഞ് തല കറങ്ങിയിട്ട് അതുമേ ഇരിക്കേണ്ട, വേറെ എവിടെയെങ്കിലും ഇരുന്നോന്ന് ഈ പണിക്കാരൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ സാധാരണ ഇരിക്കണല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം ഇരുന്നാൽ മാറിക്കോളും പറഞ്ഞ്. ഇദ്ദേഹം ഈ പണിക്കാരൻ എന്തോ വേസ്റ്റ് കൊണ്ടിടാൻ വന്നപ്പോൾ ഇദ്ദേഹത്തെ കാണാനില്ല. നോക്കിയപ്പോൾ കിണറിൽ വീണിട്ടുണ്ട്. അങ്ങനെ തന്നെ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മകന് പറയാണ്, കുടുംബക്കാരോട് ഷെയർ ചെയ്യാണ്, ഞാൻ എങ്ങനെ ഇനി ആ വീട്ടിൽ താമസിക്കും. അവന് ഭയങ്കര ടെൻഷൻ. ഈ മകൻ ഗൾഫിൽ നിന്ന് വന്നു, എന്നാൽ വാപ്പാടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു ഇമാമത്ത് നിന്നോ എന്ന് പറഞ്ഞാൽ അവന് ഒന്നും അറിഞ്ഞൂടാ. അവസാനം സഹോദരനാണ് ഇമാമത്ത് നിൽക്കുന്നത്. ഞാൻ എന്തിനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എന്തിനാണ് നമ്മളൊരു കുടുംബത്തെ വളർത്തുന്നത്? അവസാന നേരത്ത് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാലോ എത്ര പണ്ഡിതന്മാര് മയ്യത്ത് നമസ്കരിക്കാനുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിൽ നമ്മളെ ആരെ നിർത്തുക? പണ്ഡിതനാണെന്ന് വിചാരിച്ചിട്ട് മക്കളെ മാറ്റി നിർത്തിയിട്ട് ഒരു പണ്ഡിതനല്ല നിൽക്കുക. അവിടെ മക്കൾ തന്നെയാണ് ഇമാമത്ത് ഈ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പോലും സാധ്യമാവാത്ത ആ കുടുംബത്തിന് വലിയ ഒരു ചിന്ത അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടുപോയത്. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ, പല കുടുംബങ്ങളും ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ലാസ്റ്റ് ആ സമയത്തുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആണല്ലോ ഉണ്ടായിപ്പോയത് എന്ന് മരിച്ചാൾ ഏതായാലും മരിച്ചു, ബാക്കിയുള്ളവർ ആലോചിക്കുകയാണ്. ആ ഉമ്മാക്ക് ഭയങ്കര സങ്കടം. കാരണം എൻ്റെ മോന് ഇമാമത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല, അവന് അറിയില്ല എന്താ പറയേണ്ടത് എന്താ ചൊല്ലേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു കുടുംബത്തെ ഉണ്ടാക്കാനാണോ നമ്മൾ ഇത്രയും ത്യാഗം ചെയ്ത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ നമ്മൾ ഉറക്കൊഴിഞ്ഞ്, അതുപോലെ തന്നെ അവരെ ഭക്ഷണം കഴിപ്പിക്കാൻ കുറേ പ്രയാസപ്പെട്ട് നമ്മൾ വളർത്തിയത്. അപ്പുറത്തിരിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പണം ഉണ്ടാക്കി അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ അനുഭവിച്ച ഈ ത്യാഗ പരിശ്രമങ്ങളൊക്കെ അവസാനം എത്തുമ്പോൾ ഒന്നും അല്ലാതായി പോകുന്ന ഈ ഒരു പരിപാടിയെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ഇതൊരു വലിയ വിഡ്ഢിത്തമാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാണുന്ന കാഴ്ചകളല്ല, ആ അപ്പുറത്തെ കാഴ്ചകളെ അകക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുമ്പോഴാണ് നമുക്ക് കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു കുടുംബഘടനയെ എവിടേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന ഒരു ആത്മപരിശോധന നമുക്ക് നടത്താൻ കഴിയണം. ഇപ്പൊ എൻ്റെ നാട്ടിൽ ഒരു അമുസ്ലിം സഹോദരി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അവരുടെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ കൊണ്ട് അത് പുറത്ത് ഡിക്ലെയർ ചെയ്തിട്ടൊന്നുമില്ല, ഒരു സ്വകാര്യമായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ
പഠിക്കണ കേന്ദ്രത്തിലാക്കാനോ ഒന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല അവരെ. പക്ഷേ ഈ സഹോദരി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ വരും. പള്ളിയിൽ വന്ന് ആ ഹുത്തുബ കേൾക്കും. ഇപ്പം ഏകദേശം ഒരു 2 വർഷത്തോളമായി അവർ കൃത്യമായി പള്ളിയിൽ വന്ന് ഹുത്തുബ കേൾക്കുന്നു. അപ്പം ആ സഹോദരി പറയണേ, എനിക്ക് ഒരുവിധം ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ കഴിഞ്ഞത് ഒന്നും അറിയാത്ത, നമുക്കറിയാലോ ഷഹാദത്ത് കലിമ പോലും ഉച്ചരിക്കാൻ അറിയാത്ത, അറബി ഭാഷ അറിയാത്ത ഒരു സഹോദരി ഈ ഹുത്തുബയിലൂടെയാണ് ഇസ്ലാമിൻ്റെ ഒട്ടേറെ നിയമവശങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തിയത് എന്ന് പറയുമ്പോൾ ഹുത്തുബ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട്. അത് ഈ ഭാഗത്ത് മാത്രം കിട്ടിയാൽ പോരെ, ഇവിടെയും കൂടി കിട്ടുമ്പോഴാണ് ഈ കുടുംബത്തെ 2 കൂട്ടരും കൂടി നയിക്കണമല്ലോ. അപ്പൊ 2 കൂട്ടര് കൂടി ഇത് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ കുടുംബഘടനകളിൽ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ വിഷയത്തിലും ഈ ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. കുറച്ച് ദിവസം മുന്നേ എന്നോടൊരു സഹോദരി പറഞ്ഞത്, പിന്നെ എന്താ ചെയ്യുക ടീച്ചറെ, പെൺകുട്ടികളൊക്കെ ഞാൻ നിസ്കരിപ്പിക്കും, മോന് പള്ളിയിൽ പോകാനും മടിയാണ്, മൂപ്പരാണെങ്കിലോ ഒരു വിളി മാത്രം വിളിക്കും. എന്നിട്ട് അപ്പം അവൻ പറയുന്നത്, ഞാൻ പിന്നെ കുളിച്ചിട്ടില്ല, ഇപ്പോൾ ദുഹറിന പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് ഡ്രസ്സ് മാറാണ്ട്, അപ്പം അദ്ദേഹത്തിന് ദേഷ്യം വരും. മൂപ്പരറിയാം അതിൻ്റെ പള്ളീൻ്റെ സമയം തെറ്റിക്കാൻ പറ്റില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം ഈ കുട്ടീനെ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പിന്നെ വീട്ടിലുള്ള ആൺകുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൂടെ കൂട്ടി പള്ളിയിൽ കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പുരുഷന്മാർ ഉയരണം. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരെ, കുട്ടികൾ ചിലപ്പോൾ പല അടവുകളും കാണിക്കും. അത് അവരുടെ പ്രായം അതാണല്ലോ. ആ പ്രായത്തെ മാനിച്ച് വളരെ തന്മയത്വത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഈ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരുന്നത്? നിങ്ങൾ ആലോചിച്ചൊക്കെ, റസൂലാണ് അവിടെ ഖുതുബ പറയുന്നത്, അദ്ദേഹത്തിന് അവരെ നോക്കാനൊന്നും പറ്റില്ല. പക്ഷെ പള്ളിയുമായുള്ള ഒരു ആത്മബന്ധം അവരറിയാതെ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അവരറിയണില്ല, പക്ഷെ ആ ചെറിയ പ്രായത്തിലേ അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ആത്മബന്ധം അവരിൽ വളർത്തി കൊണ്ടുവരിക എന്നത് അത് മാതാവിൻ്റെ മാത്രമല്ല പിതാവിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. അപ്പോൾ ചെറിയ ആൺകുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവരെ അതേപോലെ പള്ളിയിൽ കൊണ്ടുവരാനും പിന്നെ പള്ളിയിലേക്ക് ക്ഷണിക്കാനും, അപ്പോൾ കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എൻ്റെ ഒപ്പം എത്ര സമയമാകുമ്പോൾ പള്ളിയിൽ പോവും. ആ ഒരു രീതിയിലേക്ക് അവരെ മാറ്റാൻ, പെട്ടെന്ന് ദേഷ്യം പിടിച്ചും അല്ലെങ്കിൽ ഇനി അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു പ്രവണതയിലേക്ക് പുരുഷന്മാർ പോകാതിരിക്കുന്നത് നമ്മുടെ ഈ കുടുംബഘടനയുടെ സംവിധാനത്തെ താറുമാറാക്കാതിരിക്കാൻ നല്ലതായിരിക്കും എന്നുകൂടി കൂട്ടത്തിൽ പല കുടുംബങ്ങളിലും അങ്ങനെയാണ്. ആൺകുട്ടികൾ ഉണ്ടാവില്ല, പെൺകുട്ടികൾ ഉണ്ടാവും, നിസ്കാരത്തിലുണ്ടാകും. ഇപ്പോൾ പിന്നെ നമ്മൾ കോളേജിലൊക്കെ കുട്ടികളോട് ചോദിക്കുമ്പോൾ പിന്നെ നോമ്പിന് ഖതം തീർത്ത എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് കുട്ടികളെ ഖതം തീർത്തവർ. പെൺകുട്ടികൾക്ക് പറയാനൊരു റീസൺ ഉണ്ടാവേ, അവർ പറയും കുറേ നോമ്പൊക്കെ പോയതുകൊണ്ട് ഖതമ പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന് പറയും. ആൺകുട്ടികൾ പറയും, ഞങ്ങളെ നാട്ടിലുള്ള കാര്യമായിട്ടാ ഞാൻ പറയണേ, ഞങ്ങളെ നാട്ടിൽ നോമ്പാവുമ്പോഴത്തേക്കും ആദ്യത്തെ പണി കൂടുതൽ കോമ്പൗണ്ടുള്ള വീടുകളിലൊക്കെ പുറത്ത് പിന്നെ ട്യൂബൊക്കെ വെച്ച് ഒരു പിന്നെ ഷട്ടിൽ ബാറ്റിൻ്റെ കോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കാനുള്ളതൊക്കെ റെഡിയാവും. അപ്പം എന്താണ്, പിന്നെ ബൈക്ക് വാടകയ്ക്ക് എടുക്കുക, പിന്നെ രാത്രിയിൽ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഇതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മനസ്സ്, അത് തടയാൻ പറ്റുന്ന കുടുംബഘടന ഉണ്ടോ? അതുണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിനകത്ത് ഇസ്ലാം വർത്തമാനമാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ മക്കളെ നമ്മുടെ വരുതിയിൽ നിർത്താൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്താൽ നമുക്കറിയാലോ, റസൂൽ എങ്ങനെയാ മക്കളോട് സംസാരിച്ചത്? റസൂൽ സംസാരിച്ചത് പരലോകം മുന്നിൽ കണ്ടിട്ടാണ്. നമ്മൾ സംസാരിക്കണ പോലെയല്ല റസൂലിന്റെ സംസാരം. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് പറയുന്നുണ്ട്, ഉപ്പ എനിക്ക് ഒരു വേലക്കാരിനെ വെച്ചേരോ, പണിയെടുത്തിട്ട് എനിക്ക് വയ്യാണ്ടായി. ഉപ്പാനോടൊരു സ്നേഹനിധിയായ മകളുടെ വർത്തമാനമാണത്. ഉപ്പ എങ്ങനെയാ പ്രതികരിക്കുന്നത്? നമ്മളെ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ പറയും, എൻ്റെ മാപ്പിളൊക്കെ ഒരു പണിക്കാരനുണ്ട് വെച്ചെന്നൂടെ, ഇനിയിപ്പോൾ അതും ഞാൻ തന്നെ ചെയ്തു തരണോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുക. റസൂല് പരലോകവുമായി കണക്ട് ചെയ്യാണ്. മോളെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ശാശ്വതമായ അനശ്വരമായ ജീവിതത്തിലാണ് സുഖങ്ങളെ നമ്മൾ അനുഭവിക്കേണ്ടത്. ഈ അർത്ഥത്തിലുള്ള ഒരു ടോക്കിലൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയാ സംസാരിക്കണം. പരലോകമാണ് അവരുടെ മുന്നിൽ.
മുന്നിലേക്ക് പ്രവാചകൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെങ്ങനെയാ കുട്ടികളോട് നിസ്കരിക്കാൻ പറയാ? നിസ്കരിക്കാൻ പോടാ. കുട്ടികൾക്കാണെങ്കിലോ അത് റിപ്പീറ്റ് ചെയ്ത് പറയണതേ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ പറയും, ഈ ഉമ്മാക്ക് എന്നെ കണ്ട അപ്പൊ പറയാനുണ്ടാവും നിസ്കരിക്കാൻ പോകുന്നു. കാരണം ഇപ്പുറത്ത് പിതാവ് വിളിക്കണുണ്ടാവില്ല ആൺകുട്ടികളെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു അർത്ഥത്തിൽ നിന്ന് മാറി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ അവരോട് പങ്കുവെക്കാണ്, മോനെ നിന്നെ നമസ്കരിപ്പിക്കുക, നിന്റെ സ്വർഗം ഉറപ്പാക്കുക, ഇത് അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. ഇത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെയ്യാതിരുന്നാൽ ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വന്ന വീഴ്ചയിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന അസ്വസ്ഥതയാണ് ഞാൻ എന്ന മാതാവ് അല്ലെങ്കിൽ നിന്റെ ഉപ്പ നിന്നോടിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിലേക്ക് നമ്മുടെ വർത്തമാനത്തെ വഴിതിരിച്ചു വിട്ടാൽ കുട്ടിക്ക് കാര്യം മനസ്സിലാകും. ഉമ്മ പറയുന്നതിന്റെ ഉപ്പ പറയുന്നതിന്റെ പൊരുൾ എന്താണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വിചാരണയ്ക്കായി കൊണ്ടുവരും. യുഅ്താ റജുലുൻ യൗമൽ ഖിയാമത്തി. അയാളെ കൊണ്ടുവരുമ്പോൾ അയാളുടെ അടുത്ത് ഒരുപാട് ഹസനാത്തുകളുണ്ട്. അയാൾ ലഹു ഹസനാത്തുൻ അംസാലൽ ജിബാൽ, പർവ്വതങ്ങൾക്ക് സമാനമായ ഹസനാത്തുകളുമായിട്ടാണ് വരുന്നത്. അങ്ങനെ മോശമായ ജീവിതം നയിച്ച ആളൊന്നല്ല, ഒരുപാട് നന്മകൾ ചെയ്ത അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട അടിമ ആയിട്ട് ജീവിച്ചിട്ട് തന്നെയാ വന്നത്. പക്ഷെ വന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് കുടുംബത്തെ പറ്റി ചോദിക്കുകയാണ്. കുടുംബത്തെ എങ്ങനെയാണ് സംരക്ഷിച്ചത്, കുടുംബത്തെ എങ്ങനെയാ പരിഗണിച്ചത്, സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു, ഇതൊക്കെയാണ് ചോദ്യം. ചോദ്യം വളരെ കൃത്യമായിരിക്കും. അള്ളാന്റെ ചോദ്യങ്ങളാണ്, ഉത്തരവും കൃത്യമായിരിക്കണം. നമ്മൾ ഇവിടെ പറയുന്നത് പോലെ നമുക്ക് അവിടെ പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നടക്കാത്തൊരു സംഗതി വേണമെങ്കിൽ എനിക്ക് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് പറയാം, അള്ളാനെ മറന്നു കഴിഞ്ഞാൽ. കാരണം നിങ്ങളാരും എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിക്കൂല എന്നുള്ള അല്ലെങ്കിൽ അറിയില്ല എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാകും. പക്ഷെ അള്ളാന്റെ കോടതിയിലാണ്. അള്ളാഹുവിന്റെ ചോദ്യം കൃത്യമാണ്, ഉത്തരവും കൃത്യമായിരിക്കണം. അപ്പൊ ഉത്തരം കൃത്യമാക്കാൻ പറ്റാതെ തന്റെ കുടുംബത്തെ എങ്ങനെ പരിഗണിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമാക്കാൻ കഴിയാത്ത അയാളുടെ ചോദ്യത്തിനനുസരിച്ച് അയാളുടെ നന്മകൾ ഇങ്ങനെ മാറ്റിവെച്ച് ആ ഹദീസിൽ പറയുന്നുണ്ട്, അവസാനം ഒന്നും എടുക്കാനില്ലാതെ എല്ലാ അമലുകളും മാറ്റിവെച്ച് കഴിഞ്ഞാൽ അപ്പോ യുനാദി അൽ മലായിക, മലക്കുകൾ വിളിച്ചു പറയും, ഹാവല്ലദി, ദാ ഈ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ അല്ലദി എന്നുള്ള പ്രയോഗത്തിന് മലയാളത്തിൽ അങ്ങനെ നമുക്ക് അർത്ഥമൊന്നും പറയാൻ പറ്റില്ല. ഹാദല്ലദി, ഇതാ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഹസനാത്തുകളുമായി വന്ന് കുടുംബത്തെ കുറിച്ച് ചോദിച്ചപ്പോ, സമ്പത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ അമലുകളൊക്കെ മാറ്റിവെക്കപ്പെട്ട ഈ മനുഷ്യനുണ്ടല്ലോ, അക്കലഅയാലുഹു ഹസനാത്തി, അയാളുടെ നന്മകൾ കുടുംബമാണ് നശിപ്പിച്ച് കളഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ സ്നേഹിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു കുടുംബം നാളെ നമ്മുടെ അമലുകൾ നശിപ്പിക്കാൻ പോകുന്ന രീതിയിലാണ് വളർത്തുന്നതെങ്കിൽ നമ്മളെപ്പോലെ വിഡ്ഢികളായിട്ട് വേറെ ആരാ ഉണ്ടാവുക? ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയ ഒരു വിഷയമാണ്. നമ്മൾ എപ്പോഴും മറന്നു പോകാൻ സാധ്യതയുള്ളതുമാണ്. കാരണം വീട്ടിനകത്ത് കയറിയാൽ പലർക്കും പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കുടുംബ സംവിധാനത്തെ തകർക്കലാണ് ഇപ്പോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ ലിബറൽ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവര് നേർക്ക് നേരെ വന്ന് മതമില്ല എന്നോ അല്ലെങ്കിൽ മതം ആവശ്യമില്ല എന്നൊന്നും പറയില്ല. മതത്തിന്റെ സാമൂഹികമായ അടിവേരുകളെ അറുത്ത് കളയാണ് ആദ്യം ചെയ്യുക. മനുഷ്യന്റെ മനസ്സിനെയും ബുദ്ധിയെയും ഹൈജാക്ക് ചെയ്ത് അവിടെ നമ്മുടെ കുട്ടികളിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കി മതത്തിന്റെ സാമൂഹികമായ അടിവേരുകൾ അറുക്കുക. അപ്പൊ അതിന് ആദ്യം എന്ത് വേണം? കുടുംബ സംവിധാനം വേണ്ടാന്ന് വെക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ഒക്കെ ഉള്ളിലുള്ളത് എന്താ? എന്റെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഈ വിഷയം എന്റെ കാര്യം ഞാൻ തീരുമാനിക്കുമെന്ന് കുട്ടികൾ സംസാരിക്കുന്നത് വീടകങ്ങളിലായിരിക്കും. അവിടെ ഉപ്പാടെ വരുമാനം അറിയണ്ട, അല്ലെങ്കിൽ വീട്ടിൽ എന്താ പ്രശ്നം എന്നറിയണ്ട, ഞാൻ പഠിക്കാൻ വിചാരിച്ച കോഴ്സ് എനിക്ക് പഠിക്കണം, അന്ന് എൻ്റെ ലൈഫ് ഞാനാണ് തീരുമാനിക്കുന്നത്. മോളെ വിവാഹം കഴിക്കണ്ടേ, ഞാൻ പറയുമ്പോൾ അതിനൊക്കെ നിങ്ങൾ ഒരുങ്ങിയാൽ മതി, അങ്ങനെ എൻ്റെ കാര്യം ഞാൻ തന്നെയാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിനകത്തുണ്ടായിരുന്ന മതപാരമ്പര്യങ്ങളെ
നമ്മുടെ വീടിനകത്ത് നമ്മൾ സൂക്ഷിച്ചിരുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസ ആദർശങ്ങളുടെ പോലും കടക്കൽ കത്തിവെച്ചുകൊണ്ട് കുടുംബ സംവിധാനത്തെ തകർക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്കാണ് ഉമ്മത്ത് മുസ്ലിമ കടന്നു പോകുന്നത്. എവിടെ തിരിച്ചു പിടിക്കണം? കുടുംബത്തെ തിരിച്ചു പിടിക്കണം. അവിടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ ഉണ്ടാവണം. അവിടെ ഇസ്ലാം ചർച്ചയാവണം. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള പഠന പാരായണങ്ങൾ മാത്രമല്ല, ചർച്ചകൾ ഉണ്ടാവണം. അതിനാണ് നമ്മൾ ഗൃഹയോഗം എന്നൊക്കെ പറയാം. വീട്ടിലുള്ളവർ മാത്രം ഒന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് കുറച്ച് പിതാവിന്റെ വക എന്തെങ്കിലും ഒരു ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്ത് സുദീർഘമായൊരു പ്രാർത്ഥന മതി. ആ പ്രാർത്ഥനയിൽ നമ്മുടെ ആശകളും ആശങ്കകളും പ്രതീക്ഷകളും എല്ലാം പ്രാർത്ഥനകളായി ഒഴുകിപ്പരക്കണം. അത് നമ്മുടെ കുട്ടികൾ ആമീൻ പറഞ്ഞുകൊണ്ട് അത് ഏറ്റുവാങ്ങണം. അവിടെയാണ് നമ്മുടെ കുടുംബത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുടുംബഘടനകളെ തകർക്കുന്ന സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാ വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മള് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുറെ കൊറിയൻ ബ്രാൻഡഡ് ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്. 4 പെൺകുട്ടികളുള്ള 7 പെൺകുട്ടികളുള്ള ഓരോ സംഘങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ UP ഹൈസ്കൂൾ സെക്ഷനിലെ കുട്ടികളുടെ മാതൃകാ മോഡൽ എന്ന് പറയുന്നത്. അവരൊക്കെ കോർപ്പറേറ്റുകൾ ഇങ്ങോട്ട് വിലക്കെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവരെന്ത് കഴിക്കണമെന്നും എങ്ങനെ നടക്കണമെന്നും എങ്ങനെ മുടി ചീകണമെന്നും എല്ലാം കോർപ്പറേറ്റുകളാ തീരുമാനിക്കുക. അവർക്ക് പുറത്തു പോകാൻ പാടില്ല. അവര് കുടുംബങ്ങളുമായിട്ട് അവർക്ക് ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയാണ് കൊറിയൻ സാമ്പത്തിക രംഗം വരെ, സാമ്പത്തികമായി അവർ ഉയർന്നത് വരെ ഇത്തരം ബ്രാൻഡഡ് ആയിട്ടുള്ള ബാൻഡ് സംഘങ്ങളിലൂടെയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ കുട്ടികൾ അനുകരിക്കുന്നത്. ഒരു പക്ഷേ മിക്ക രക്ഷിതാക്കൾക്കും ഇതിനെ കുറിച്ച് അറിയില്ല. കാരണം കുട്ടികൾ എന്താ സംസാരിക്കുന്നതെന്നും കുട്ടികൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ ആരും ചോദിക്കാറുമില്ല, പറയാറുമില്ല. കാരണം ആ കുട്ടികൾ കുട്ടികളുടെ ലോകത്ത്, നമ്മൾ സ്ത്രീകൾ ഇപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ച ഗ്രൂപ്പ്, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലൊക്കെ സംസാരിച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ നല്ലൊരു ഹരമുള്ള ഒരു ലോകത്ത് നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ട്. പുരുഷന്മാർ അവരുടേതായ ലോകത്ത്. ഇങ്ങനെ കുടുംബത്തിനകത്ത് തന്നെ വ്യത്യസ്തങ്ങളായ ലോകങ്ങൾ പണിതുകൊണ്ട് നമ്മൾ അതിലിങ്ങനെ വിരാജിക്കുകയാണ്. അപ്പൊ ആർക്കും ആരെയും നോക്കാൻ സമയമില്ല, ആർക്കും ആരെക്കുറിച്ചും അന്വേഷിക്കാൻ സമയമില്ല. അപ്പോ എന്തുണ്ടാകും? ഓരോരുത്തരും അവരവരുടെ അവരവരുടെ കാര്യം അവരവർ തീരുമാനിക്കുന്ന. അവസാനം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്, ഇപ്പൊ അടുത്ത് എന്നോട് ഒരു ടീച്ചർ എന്നെ വന്ന് പറയണ്ടായി, ടീച്ചർ എൻ്റെ മോനൊന്ന് SIOലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മൾ എത്ര വിളിച്ചാലും ടീച്ചർ പോലും തിരിഞ്ഞോക്കാത്തൊരു കുട്ടി, ടീച്ചർ തന്നെ പറയും ഇപ്പൊ എനിക്ക് സമയമില്ലായിട്ടാണ്, ഞാൻ സ്കൂളില്ലാത്ത ദിവസം ഇവിടെ ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്ന ടീച്ചർ ഇപ്പൊ കുട്ടി +2 എത്തിയപ്പോ നിസ്കരിക്കാൻ പറയുമ്പോ അവൻ എന്തോ ഒരു വിലങ്ങുനടി. അവൻ പറയുന്നുണ്ട് അത്ര പ്രപഞ്ചത്തിനൊരു ശക്തിയുള്ള, ആ ശക്തിക്ക് നമ്മളെ നിസ്കാരം ഒന്നും വലിയ കാര്യമൊന്നുമില്ല, അത് വലിയ ശക്തിയല്ല, ഇനിയിപ്പോ എന്തിനാ നമ്മൾ നിസ്കരിച്ചിട്ട്. അപ്പൊ ടീച്ചർക്ക് മനസ്സിലായി ഇവൻ എന്തിലോ ഒന്ന് അപ്പോഴാണ് SIO അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മതസംഘടനകളെ അന്വേഷിക്കുന്നത്, എൻ്റെ കുട്ടിയൊന്ന് അതിലേക്ക് പോയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം എത്തിപ്പെടേണ്ടതാണോ ദീൻ എന്ന് പറയുന്നത്? അത് ആദ്യമേ നമ്മൾ കൊടുക്കേണ്ടതാണ്. വിത്താകുമ്പോ തന്നെ അതിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കണ്ടേ, കളകൾ പറിച്ചു മാറ്റണ്ടേ? അപ്പോഴല്ലേ അത് നല്ല ഒരു വൃക്ഷമായി, നല്ല കായ്കനികൾ തരുന്ന ഒരു വൃക്ഷമായി വളരുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് വൃക്ഷമായി കായ്ക്കാൻ നേരത്ത് നോക്കിയപ്പോ ആകെ കൂടി അതിന്റെ അടിയിലൊക്കെ പൊത്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റല്ലാതെ പിന്നെ നിവൃത്തി ഉണ്ടാവില്ല മരമാവുമ്പോ. ഇതുപോലെ നമ്മളെ കുട്ടികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി ആയിരിക്കണം രക്ഷിതാക്കൾ മക്കളുടെ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. അവര് സ്നേഹം കണ്ടും വളരണം. മാതാപിതാക്കൾ തമ്മിലുള്ള പരസ്പര സ്നേഹം ഇപ്പൊ അതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൊബൈലാണല്ലോ നമ്മളെ കയ്യിലൊക്കെ. അപ്പൊ അവിടെ നിന്ന് ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടുന്നത് കൊണ്ട് ഒരുമിച്ചിരിക്കാനോ വർത്തമാനം പറയാനോ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ ഒന്നും ഇപ്പോൾ സമയം കിട്ടാതായിട്ടുണ്ട്. നമ്മുടെ വീടിനകത്ത് കുട്ടികൾക്ക് റോൾ മോഡൽ നമ്മളാണോ എന്ന് പരിശോധിക്കണം. നമ്മൾ മാതാപിതാക്കൾ അവർ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലാണെങ്കിലോ അവർക്ക് നമ്മൾ പറയുന്ന വഴിയിൽ അവർ വരുള്ളൂ. ഇപ്പൊ റോൾ മോഡൽ ആരാന്ന് ചോദിച്ചു നോക്കണം, അല്ലെങ്കിൽ അവരറിയാതെ അവരിൽ നിന്ന് അത് പഠിക്കാൻ ശ്രമിക്കണം.
വിജിലന്റ് ആയിരിക്കണം രക്ഷിതാക്കൾ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിജിലന്റ് ആയിരിക്കണം എന്ന് വിചാരിച്ച് അവരെങ്ങനെ എന്തോ സംശയ ദൃഷ്ടിയോടെ കാണണം എന്ന അർത്ഥത്തിലല്ല, അവരോടത് പങ്കുവെക്കണം. ഇതൊക്കെയാണ് സാമൂഹ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഞങ്ങളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട്, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് മക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റണം. ഞങ്ങളുടെ അസ്വസ്ഥതകൾ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പങ്കുവെക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീടകങ്ങളെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. സാധാരണ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഇതൊക്കെ ഇപ്പം എല്ലാവരും പറയണതാണ്, കേൾക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടിനകത്ത് സമാന്തരമായി സാധാരണ ഒരു ജീവിത ശൈലി ഉണ്ടാവും, അതിലൂടെ മുന്നോട്ട് പോകും. അങ്ങനെയല്ല, അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് തിരുത്തണമെങ്കിൽ കുട്ടികളോട് തന്നെ ചോദിക്കണം, നമ്മളെ വീട്ടിൽ ഇനി എന്തൊക്കെ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുക. അവർ നന്നായി സംസാരിക്കും. വീട്ടിനകത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ അവരെ ലീഡറാക്കിയാൽ, യോഗത്തിൻ്റെ ലീഡറാക്കിയാൽ കുട്ടികളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ പള്ളിയുമായി ബന്ധപ്പെടുത്തുക. അള്ളാന്റെ മഹ്ശറയിൽ തണൽ ലഭിക്കുന്ന 7 ആളുകളെ കുറിച്ച് പറയുന്നതിൽ രണ്ടാമത് പറയുന്നത് ആരാണ്? പള്ളിയുമായി ബന്ധമുള്ള യുവാവ്. എന്താ അവിടെ യുവാവിനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, യുവത്വമുള്ള സമയത്ത്. യുവത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും മനോഹരമായ സമയമാണല്ലോ. ആ സമയത്ത് ഒരു പക്ഷേ നമ്മളൊക്കെ പ്രായത്തിലെത്തുമ്പോൾ നമ്മൾ ഓർത്തിട്ടില്ലെങ്കിലും നമ്മളെ ശരീരം നമ്മളെ പ്രായമായി എന്നും മരണം അടുത്തുനിന്നൊക്കെ ഓർമ്മപ്പെടുത്തും. കാലുവേദന ഉണ്ടാവും, മുട്ടുവേദന ഉണ്ടാവും, എഴുന്നേൽക്കുമ്പോൾ കയ്യും കാലും നിവരായിക ഉണ്ടാവും. പക്ഷെ യുവത്വം തന്നെ അങ്ങനെയല്ലല്ലോ. അപ്പൊ ആ സമയത്ത് പള്ളിയുമായി ബന്ധപ്പെടുക, അള്ളാഹുമായുള്ള ആരാധനാ കർമ്മങ്ങളിൽ നിരന്തരമായി ബന്ധം സ്ഥാപിക്കുക, അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ വിരചിക്കുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയാണ് ആ ഒരു മഹ്ശറയിലെ തണലിൽ അവരെ ഉൾപ്പെടുത്താനുള്ള കാര്യം. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം എന്നത് നമ്മുടെ ഒരു ആവശ്യമായിരിക്കണം. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് മുന്നിൽ ഒരു തുറന്ന പുസ്തകം പോലെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളുടെയും ജീവസുറ്റ തുടിക്കുന്ന ഉദാഹരണമായി ഗസ നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ചിലപ്പോൾ ഉമ്മു നിലാലിനെ കേട്ടിട്ടുണ്ടാകും. ഉമ്മു നിലാലിന്റെ 4 മക്കളും ഷഹീദായിട്ടുണ്ട്. അങ്ങനെ അവസാനത്തെ മകനും ഷഹീദായപ്പോ BBC റിപ്പോർട്ടർ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ക്രൂരയായ മാതാവാണ്, ഒരു മകനെങ്കിലും നിങ്ങൾക്ക് ബാക്കി വെക്കാമായിരുന്നില്ലേ? അതിനെയും നിങ്ങൾ എന്തിനാണ് പറഞ്ഞയച്ചത്? എന്ത് സ്നേഹമില്ലാത്ത ഉമ്മയാണ്. അപ്പൊ ആ ഉമ്മ പറയുന്നൊരു മറുപടി ഉണ്ട്, എൻ്റെ മക്കളോടുള്ള എൻ്റെ സ്നേഹമാണ് ഞാൻ അവരെ ഷഹാദത്തിലേക്ക് പറഞ്ഞയച്ചത്. ഞാനത് വായിച്ചിട്ട് 2 മിനിറ്റ് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച്, നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവിടെ നമ്മുടെ ഒരു ലാസ്റ്റത്തെ അവസാനത്തെ ഒരു മകനെ കൂടി പറഞ്ഞയക്കുമ്പോഴുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അത് ആ മാതാവ് എത്ര ധൈര്യത്തോടെയാണ്, എത്ര ഇടർച്ചയില്ലാതെയാണ്, എന്തുമാത്രം ആദർശ ശുദ്ധിയോടുകൂടിയാണ് അവിടെ സംസാരിക്കുന്നത്. എൻ്റെ 4 മക്കളും എൻ്റെ ഭർത്താവും നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് ഞാൻ അവരെ കണ്ടുമുട്ടും, എനിക്ക് ആത്മസംതൃപ്തിയുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിലെ കഴിഞ്ഞുപോയ കാലത്തോ പ്രവാചകന്റെ കാലത്തോ അല്ല, ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളാണ്. അപ്പൊ ആദർശ ശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ വളരെ കൃത്യമായ നിലപാടുകളോടുകൂടി, കാഴ്ചപ്പാടുകളോടുകൂടി, ദർശനങ്ങളോടുകൂടി ഈ സമൂഹത്തിലെ ഏത് തിന്മകളോടും ഏറ്റുമുട്ടാൻ പ്രാപ്തമാകുന്ന ഒരു മനസ്സ് മനുഷ്യന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് ഈ സാഹചര്യങ്ങളിലൂടെയാണ് അത് ഉണ്ടാവുക. ആ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ മാതാപിതാക്കളായ നമ്മളാണ്. നമ്മുടെ ഒരു കഴിവും നമ്മുടെ അറിവും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ദീർഘവീക്ഷണവും നമ്മുടെ മക്കൾക്ക് സ്വർഗമൊരുക്കാനുള്ള പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ അർത്ഥത്തിലുള്ള ഒരു മാനസികാവസ്ഥ രക്ഷിതാക്കൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ പള്ളികളെ കൂടി ഉപയോഗപ്പെടുത്തണം
എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും എന്നെയും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത്. പടച്ച തമ്പുരാൻ നമുക്ക് തന്ന അലങ്കാരമാണ് മക്കൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കുള്ള പരീക്ഷണമാണ് മക്കൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ പറ്റും. നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹം അവസാന ഘട്ടത്തിൽ വിളിച്ചിട്ടും വന്നിട്ടില്ല. അപ്പോൾ പരീക്ഷണമായിട്ട് മക്കളുണ്ടാകും, അലങ്കാരമായിട്ട് മക്കളുണ്ടാകും. നമുക്ക് വേണ്ടത് സ്വാലിഹായ അവരുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഖബറിലെത്തണം. അത് നമ്മുടെ ഒരു അജണ്ടയായിരിക്കണം. ഞാൻ മരിച്ച് എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ മക്കളുടെ പ്രാർത്ഥനകൾ എൻ്റെ ഖബറിലേക്ക് എത്തുന്ന, എനിക്ക് ആശ്വാസം നൽകുന്ന, എൻ്റെ തെറ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന സ്വാലിഹായ സന്താനങ്ങളെ വിട്ടേച്ചല്ലാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പാടില്ല എന്ന ഒരു അജണ്ട നമ്മുടെ മനസ്സിലുണ്ടാവുക. ആ അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇതേ നമുക്ക് ചെയ്യാനുള്ളൂ. പടച്ച തമ്പുരാൻ ഈ അർത്ഥത്തിൽ നമ്മുടെ കുടുംബ ഘടനകളെ ഭദ്രമാക്കുവാനും അവിടെ ഈ ലോകത്ത് നമ്മൾ എത്രമാത്രം സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ഇരിക്കുന്നുവോ അതേപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ സംവിധാനങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ പടച്ച തമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കൾ ചെറിയ പ്രായത്തിൽ മാത്രമല്ല വലുതാകുമ്പോഴും നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ആ മാർഗത്തിൽ വന്ന വീഴ്ചകൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.